ഞാനൊരു ട്രിവാൻഡ്രം ജില്ലക്കാരിയാണെങ്കിലും എനിക്ക് പല ഡിസ്ട്രിക്റ്റിലെ സ്നാക്സ് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഉന്നക്കായയാണ്. ഞാൻ വീഡിയോസ് നോക്കിയപ്പോഴത്തേക്ക് പലരും പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മൈ ഓൺ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഴം വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി കുറച്ച് തേങ്ങ, ഒരു കപ്പ് കാഷ്യൂ, അതുപോലെ ഡേറ്റ്സ്, പിന്നെ വേണ്ടത് നമ്മുടെ ബ്ലാക്ക് റൈസിൻസ് ആണ്. അതിനുശേഷം ഞാനിവിടെ പഞ്ചസാരയല്ല ചേർക്കുന്നത്, നമ്മുടെ ശർക്കരപ്പാനിയാണ്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ല സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് സ്റ്റീമായ പഴത്തിന് ഇതുപോലൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെയ്യ് ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായി വരുന്ന നെയ്യിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂവും അതുപോലെ തന്നെ റൈസിൻസും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഡേറ്റ്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതുപോലെ പഴം എടുക്കുക, അതിനകത്ത് ഫില്ലിങ്സ് വെച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. എനിക്കൊരു 4 മീഡിയം സൈസ് പഴത്തിൽ നിന്ന് ഒരു 7 ഉന്നക്കായോളം കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിൽ വാട്ടാനാണ് താല്പര്യമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ടിട്ട് 1-2 സൈഡൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായത് ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി ഉന്നക്കായ ഇവിടെ റെഡിയായി. അപ്പം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാം.